ഹലോ ഗായ്സ്, ആ ഒരു വിഷമമുള്ളൊരു കേസാണ് മെയിനായിട്ട് പിന്നെ പറയാൻ പോകുന്നത്. മെയിനായിട്ടൊന്ന് സങ്കടമൊക്കെ ഉണ്ട്. വെച്ചാൽ പറഞ്ഞിട്ട് കാര്യം ഇന്ത്യയിൽ പാലത്ത് പറ്റി പോയതാണ് ജോബ് നഷ്ടപ്പെട്ടു പോയത്. ഇപ്പോഴേക്ക് അമൃത ഹോസ്പിറ്റലിൽ ഇപ്പോൾ എൻ്റെ ജോബ് അതിന് നഷ്ടപ്പെട്ടു പോയി. അതിൻ്റെ കാരണം കേട്ടോ, ഞാൻ ഒന്ന് ഒതുങ്ങി നിൽക്കുകയാണെങ്കിൽ എൻ്റെ ജോബിൻ്റെ കയ്യിൽ നഷ്ടപ്പെട്ടു പോകില്ലായിരുന്നു. പിന്നെ ചെയ്യാത്ത കുറ്റം ചെയ്തു എന്ന് പറഞ്ഞിങ്ങനെ നടക്കുമ്പോൾ സഹിക്കാൻ പറ്റിയില്ല. ഞാൻ അതിനും പ്രതികരിച്ചു, അതിലെ കാര്യം സംസാരിച്ചു. അത് അവിടെ റോങ്ങായി അവർക്ക് കണ്ടപ്പോൾ റോങ്ങായിട്ട് തോന്നി. അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു ഗൈസ് പരിപാടികൾ. അവിടുത്തെ പ്രശ്നങ്ങൾ ഒരുപാട് അന്യായ പ്രശ്നങ്ങളായി അവസ്ഥ. അത് അവിടെ നമുക്കെന്ന് പറഞ്ഞാൽ ചെറുതായിട്ട് നീ കിട്ടിയാൽ മതി. അവിടെ ഭയങ്കര പ്രശ്നമായി കഴിഞ്ഞാൽ പുറത്താവും. പക്ഷെ നമുക്കറിയില്ലായിരുന്നു ഇങ്ങനെയൊക്കെ കേസുകളൊക്കെ ഉണ്ടാവുമെന്ന്. നമുക്കാകെ സങ്കടമായത് നമ്മളൊരു ചെയ്യാത്തൊരു കുറ്റത്തിൽ നമ്മൾ ജോബ് പുറത്തായത്. പക്ഷെ 3 മാസത്തിനാണ് പുറത്താക്കിയിരിക്കുന്നത്. ഇപ്പോൾ അത് കഴിഞ്ഞ് നോക്കിയിട്ട് വിളിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു സാർ. എനിക്ക് സങ്കടം അതല്ല, നമ്മൾ ചെയ്ത കുറ്റത്തിന് പുറത്തിറങ്ങുകയാണെങ്കിൽ നമുക്ക് ഒരു ഇത്ര വലിയ നമുക്ക് വിഷമം നമുക്ക് ഇല്ലായിരുന്നു. എനിക്ക് ഇഷ്ടപ്പെട്ട ജോലിയാണ്, ഇഷ്ടപ്പെട്ട സ്ഥലമായിരുന്നു. ഞാൻ ആഗ്രഹിച്ച് വാങ്ങിയൊരു ജോബാണ് അമൃത ഹോസ്പിറ്റലിൽ ജോബ്. ഞാൻ അവിടെ എല്ലാം വർക്കും ചെയ്തായിരുന്നു. പക്ഷേ അവിടെ ആംബുലൻസ് ഓടുന്നുണ്ട്, പിന്നെ അതേമാതിരി തന്നെ ഹോം കെയർ ഇല്ലേ അതിൻ്റെ വർക്കും ഓടുന്നുണ്ട് അവിടെ. ഈ വീട്ടിൽ പോയി നമ്മൾ നോക്കാൻ പോകുന്നു പേഷ്യൻറ്റിനെ, അതിൻ്റെ ഡ്രൈവറായി വർക്ക് ചെയ്യുന്നുണ്ട്. പിന്നെ അവിടെ ടാക്സി ഓടുന്നുണ്ട്, പിന്നെ ഒഫീഷ്യൽ വണ്ടി ഓടുന്നുണ്ട്. ഇതൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ട് അവിടെ. ഒരു വണ്ടി മാത്രമല്ല, കാർപൂളിൽ നമ്മൾ ജോലി കയറുമ്പോൾ എല്ലാ വണ്ടിയും ഓടുന്നുണ്ട്. വെച്ചാൽ നമുക്ക് അതിൽ അത്ര ആഗ്രഹിച്ച് എടുത്ത ജോബായിരുന്നു. ഞാൻ അത്രയും കൊതിച്ച ജോബായിരുന്നു എനിക്കൊരു ആംബുലൻസ് ഡ്രൈവർ ആവണമെന്ന്. ഞാൻ അതിൽ എത്തിപ്പെട്ടായിരുന്നു. വെച്ചാൽ പ്രതീക്ഷ മൊത്തം കൈവിട്ട് പോയി. സങ്കടമുണ്ട്, എന്നാലും നമ്മളതിന് അബദ്ധം പറ്റി പോയതായിരുന്നു. ജോബ് കയ്യിൽ നിന്ന് പോയി, നഷ്ടപ്പെട്ടു പോയി. ഒരു 3 മാസത്തിന് സാറ് പറഞ്ഞു നീ പോയിട്ട് പോകാൻ നോക്കിയിട്ട് വിളിക്കാൻ പറഞ്ഞു. അപ്പോൾ നമുക്ക് അവിടുന്ന് വേറെ ജോബൊന്നും കിട്ടിയില്ല. 2 മാസം 2-3 ദിവസം നമുക്ക് റൂമിൽ നിൽക്കാനുള്ള ഓപ്ഷൻ ഉള്ളൂ. അതിൻ്റെ കൂടുതൽ നിൽക്കാനുള്ള ഓപ്ഷൻ നമുക്കില്ല. ഞാൻ എൻ്റെ ഇതിൽ കുറച്ച് ആളുകളുടെ സഹായത്തോണ്ട് വേറെ സ്ഥലത്ത് ജോബ് എനിക്കിപ്പോൾ ശരിയാക്കി തന്നു. ഇപ്പോൾ ഒരു ആശ്രയ അങ്ങനൊരു ആംബുലൻസ് ഉണ്ട്, അതിലിപ്പോൾ 2-3 ടീമുകളെ തന്നെ ആക്കി തന്നു. ഇപ്പോൾ അവിടെ കയറാൻ വേണ്ടി പോവാണ് ഇപ്പോൾ ഗൈസ്. ഞാനിപ്പോൾ വെച്ചാൽ ഞാൻ ഇന്നലെ പോയി, കുഴപ്പമൊന്നുമില്ല. വെച്ചാൽ പിന്നെ ഇപ്പോൾ പ്രൈവറ്റ് വണ്ടി പറയുമ്പോൾ തന്നെ അറിയാമല്ലോ, ഉറക്കൊന്നും ഉണ്ടാവില്ല, ഫുഡ് കഴിക്കലുണ്ടാവില്ല, ഒന്നും ഉണ്ടാവില്ല. അന്യായ ഓട്ടം നമുക്ക് ഉണ്ടാവുക. ഓടണം, എന്നാലും നമുക്ക് കാര്യമില്ലോ. പിന്നെ ഇതൊക്കെ നമുക്ക് അനുഭവമാണെന്ന്. ഉള്ള ജോലി നമ്മൾ കയ്യിൽ നിന്ന് തട്ടി കളിച്ചിട്ട് നമ്മൾ വേറെ ജോലി നോക്കി നടക്കാൻ പറയുമ്പോൾ തന്നെ മനസ്സിലാക്കി നോക്കിയ പണ്ട് കാലത്ത് പറയല്ലോ, ഉള്ളത് നമുക്ക് വില കാണിക്കാണ്ട് കയ്യിൽ നിന്ന് പോകുമ്പോൾ നമുക്ക് അതിൻ്റെ വില മനസ്സിലാവണത്. ആ അവസ്ഥയാണ് ഇപ്പോൾ എനിക്ക് ഉണ്ടായത്. മര്യാദക്ക് ഞാൻ എൻ്റെ ജോബ് ചെയ്ത് പോവുകയാണെങ്കിൽ എനിക്ക് അത്യാവശ്യം ശമ്പളം ഉണ്ട് അവിടെ. ഒരു കുഴപ്പമില്ല, ഒരു ന്യായമായ ശമ്പളം നമുക്കുണ്ട്. വലിയ റിസ്ക് ഇല്ല. 3 നേരം ഫുഡ് ഫ്രീ ആയിരുന്നു, റൂം ഫ്രീ ആയിരുന്നു. ഡ്യൂട്ടി നമുക്ക് പറഞ്ഞാൽ വിളിക്കുമ്പോൾ പോയാലും മതിയായിരുന്നു. പക്ഷേ ഒക്കെ എൻ്റെ കാരണം കൊണ്ടാണ് ഇപ്പോൾ ജോലിയെല്ലാം നഷ്ടപ്പെട്ട് പോയത്. ഇനിയിപ്പോൾ പോകുന്ന സ്ഥലത്തെങ്കിലും നല്ലപ്പോൾ നിൽക്കാൻ പറ്റിയിട്ട് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഞാൻ ഞാൻ നാവിൻ്റെ പ്രശ്നത്തോണ്ടാണ് ഇപ്പോൾ ഉണ്ടായത്. ഞാൻ ഒന്നാമത്തെ എടുത്തുചാട്ടം എനിക്ക് കുറച്ച് കൂടുതൽ എൻ്റെ ലൈഫിൽ. അതാണ് ഏറ്റവും വലിയ പ്രശ്നം, എടുത്തുചാട്ടം. ഒരുപാട് ജോലിക്ക് ഞാൻ നിന്നിട്ടുണ്ടായിരുന്നു, ഒക്കെ ഇതേ സംഭവമാണ് എടുത്തുചാട്ടം. വെച്ചാൽ അത് ഇനി മാറ്റിയെടുക്കണം. ഭയങ്കര പ്രശ്നമാണ് ലൈഫിൽ ഇപ്പോൾ അത്. പക്ഷേ വേറൊന്നുമില്ല ഗൈസ്, നമ്മൾ ചെയ്യാത്ത കുറ്റം ചെയ്ത് പറയുമ്പോഴാണ് നമുക്ക് ആകെ ഒരു വിഷമത്തോണ്ട് അങ്ങനെ എടുത്ത് ചാടുന്നത് ഞാൻ. അപ്പോൾ ഞാൻ ആഗ്രഹിച്ച ഹോസ്പിറ്റൽ അമൃത ഹോസ്പിറ്റലായിരുന്നു. അത് കയ്യിൽ നിന്ന് പോയി. വെച്ചാൽ ദൈവം സഹായിച്ചിട്ട് ഇനി ഒരു 3 മാസം കഴിഞ്ഞാൽ സാറ് വിളിക്കാണ്ടിട്ടുണ്ട് നോക്കിയിട്ടൊക്കെ. വിളിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അവിടെ തന്നെ ഇനി കയറാൻ പറ്റട്ടെ പ്രാർത്ഥിക്കുന്നു. ഇനി കയറി കഴിഞ്ഞാൽ ഞാൻ ഒതുങ്ങി നിൽക്കും. ഒരാളോട് സംസാരിക്കണം, ഒരാളോട് അലമ്പടാക്കണം പോകില്ല. ഞാൻ ജോലി കഴിയുക, റൂമിൽ വരിക, കടന്നു പോവുക. ഇതിലൊരു പാഠം പഠിച്ചു നമ്മൾ എന്തായാലും. ഇപ്പോൾ എന്തായി, ഇപ്പോൾ എനിക്കിനി വണ്ടിൻ്റെ EMI കാര്യങ്ങളൊക്കെ ഒരുപാടില്ലാണ്. ഒക്കെ പെൻഡിങ്ങായി, പ്രശ്നങ്ങളായാകെ. നമ്മൾ വിചാരിക്കാത്ത ഒരു ഭാഗത്തെത്തിപ്പോൾ മനസ്സിലും കൂടി ഞാൻ വിചാരിച്ചിട്ടില്ല. എന്നിട്ട് ജോബിൽ
ജോബ് നഷ്ടപ്പെട്ട് പോകുമെന്ന്. അതിനെ കുറെ സാറിന് കാലിയൊക്കെ പിടിച്ചു. സാറിനൊന്നും ചെയ്യാൻ പറ്റില്ല, മേലിൽ നിന്ന് വന്ന ഓർഡറാണ്. സാറിനൊന്നും ചെയ്യാൻ പറ്റില്ല. സാർ എനിക്ക് 3 ലോട്ട് വാങ്ങി തന്നായിരുന്നു, പക്ഷെ ഞാൻ ശ്രദ്ധിച്ചില്ല. എന്തായാലും ഇനിയുള്ള ജോലിക്കും കൂടി നല്ലപ്പോൾ നിൽക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഞാൻ ഗൈസ്. അപ്പോൾ ഇത് മെയിനായിട്ട് ഞാൻ പിടിക്കാൻ കാരണം എല്ലാവർക്കും ഉണ്ടാവും പ്രശ്നങ്ങൾ. അപ്പോൾ എല്ലാം ക്ഷമിക്കുക, നമുക്ക് ജോബാണ്. അപ്പോൾ എൻ്റെ പോലത്തെ അനുഭവം ആർക്കും ഉണ്ടാവില്ല എന്ന് പ്രാർത്ഥിക്കുന്നു ഞാൻ. അപ്പോൾ എടപ്പള്ളിയിൽ നിന്ന് കുറച്ച് പോയി കഴിഞ്ഞാൽ പാടിലോട്ടത്തിൽ ഒരു വേക്കൻസി ഉണ്ടായിരുന്നു. അപ്പോൾ അവിടേക്ക് പോവാണ് ഇപ്പോൾ. ഇന്നലെ പോയി കണ്ടു. ആശ്രയാവുന്നൊരു ആംബുലൻസാണ്, പ്രൈവറ്റ് വണ്ടിയാണ്. ഫുഡ് നമ്മൾ എന്തായാലും പുറത്തുനിന്ന് ഡെയിലി കഴിക്കണം. റൂം നമുക്ക് ഫ്രീ ആണ്. പിന്നെ ഓട്ടോ നമുക്ക് ഡെയിലി ഓട്ടോ ഉണ്ടാവും എന്ന് പറഞ്ഞവർ 5,000 ഓട്ടമൊക്കെ ഉണ്ടാവും എന്നാണ് പറയുന്നത്. നമുക്ക് ഓട്ടാണ് മെയിൻ വേണ്ട ഗൈസ്. ഓട്ടം ഉണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലും കാര്യം നടക്കുള്ളൂ. അവിടെ ഓട്ടത്തനുസരിച്ചാണ് നമുക്ക് പൈസ കിട്ടുന്നത്. അവിടെ മെയിനായിട്ട് ഓട്ടാണ് വേണ്ട കാര്യമായിട്ട്. അത്രയുള്ള ഗൈസ് പറയാനുള്ളത്. വിഷമത്തോണ്ട് ഞാൻ പറയുന്നത് കേട്ടോ. ഞാൻ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്, പക്ഷെ നാവിലൊന്നും കിട്ടുന്നില്ല. ഒക്കെ ആകെ പിടുത്തം വിട്ടിരിക്കുന്നു. എല്ലാ ജോലി കഴിഞ്ഞ് പോയതുകൊണ്ട് ആകെ വിഷമായി. ഭയങ്കര ഒരു അത്ര അവസ്ഥയായി ഇപ്പോൾ. എല്ലാവരും പറഞ്ഞായിരുന്നു മിണ്ടാണ്ടിക്കടാ 2 വട്ടം വാങ്ങി തന്നില്ലേ, ഇനി ഒന്നും ഉണ്ടാക്കില്ല കേട്ടോ, ഇനി ഒരു പ്രശ്നം ഉണ്ടാക്കില്ല. എല്ലാവരും പറഞ്ഞു. എനിക്ക് റൂമിൽ നിന്ന് ഒരാളും സപ്പോർട്ട് ചെയ്തു. വെച്ചാൽ പിന്നെ നമ്മൾ മിണ്ടാണ്ടിരിക്കുന്നുണ്ട്, പക്ഷെ ഒരു പരിധിയിൽ നമ്മൾ മിണ്ടാണ്ടിരിക്കാൻ പറ്റും. മനുഷ്യന്മാരല്ലേ, നമ്മളെ ചെയ്യാത്ത കുറ്റം ചെയ്തു പറയുമ്പോൾ ആരായാലും നമ്മൾ സംസാരിച്ച് പോകും. ഞാൻ അങ്ങനെ സംസാരിച്ചിട്ടല്ലോ. ശരി, എൻ്റെ ഭാഗത്തുനിന്ന് തെറ്റുണ്ടായിരുന്നു. ഞാൻ അങ്ങനെ ഒരിക്കലും സംസാരിക്കാൻ പാടില്ലായിരുന്നു. അത് ഞാനപ്പോൾ തന്നെ ആളെ വിളിച്ച് പറഞ്ഞു, സോറി, ഞാൻ എൻ്റെ നാവുകൊണ്ട് ആണ്ട് പറ്റിപ്പോയി, മാപ്പാക്കി കേട്ടോ, എൻ്റെ ജോബ് കഴിഞ്ഞ് നഷ്ടപ്പെട്ട് പോയി നിങ്ങളെ അത്രയും സംസാരിച്ചുകൊണ്ട്. ഒരു വിളിച്ച് കാര്യം പറഞ്ഞിട്ടും കൂടിയും സാധനം എടുക്കാൻ പറ്റൂല. അതേസമയം മെയിലിൽ നിന്ന് വന്ന ഓർഡറല്ലേ, മെയിലിൽ നിന്ന് ഇങ്ങനെ അവിടുന്ന് ആ സ്റ്റാഫിനെ ഒഴിവാക്കുക പറഞ്ഞിട്ട് മെയിലിൽ വന്ന ഓർഡർ ആയതുകൊണ്ട് മാത്രം സാധനം ഒന്നും ചെയ്യാൻ പറ്റില്ല. സാറിൻ്റെ കാർഡൊക്കെ പിടിച്ചു, സാധനം ഒന്നും ചെയ്യാൻ പറ്റില്ല. സാധനം ഒറ്റ കാര്യം ചെയ്യുക, ഒരു 3 മാസം കഴിഞ്ഞ സാധനം വേണമെങ്കിൽ ഇനി കയറ്റാം. വേറെ ഏതെങ്കിലും ഓപ്ഷൻ ഉണ്ടെങ്കിൽ, വേക്കൻസി ഉണ്ടെങ്കിൽ കയറ്റാൻ പറ്റും സാധനം. അപ്പോൾ ഞാൻ അതിൻ്റെ വെയിറ്റിങ്ങിലാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ ഉള്ളു ഗൈസ്. ഇനിയിപ്പോൾ ഞാൻ അവിടെ ജോബ് ചെയ്യുന്ന വീഡിയോസാണ് ഇനി നിൽക്കാൻ പറ്റുള്ളൂ. അമൃത എന്തായാലും വിട്ടുപോയി. ഒരു 3 മാസം കഴിഞ്ഞാൽ ഞാൻ അമൃതത്തിൽ കയറാൻ പറ്റാൻ കഴിച്ചില്ലായിരുന്നു. കയറട്ടെ എന്ന് ഞാൻ വിചാരിക്കുന്നു. അടുത്ത ഒരു 3 മാസമൊക്കെ ആകുമ്പോൾ തന്നെ എന്നെ കയറ്റിയാൽ മതിയെന്ന് ഞാൻ വിചാരിക്കുന്നു. എനിക്ക് അത്ര ഇഷ്ടപ്പെട്ട സ്ഥലമായിരുന്നു അമൃത ഹോസ്പിറ്റൽ പറയുമ്പോൾ. വെച്ചാൽ ഒരുപാട് വിഷമമുണ്ട്, ഒരു കാര്യമില്ല വയസ്സ്. അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക, ജോലി ചെയ്യുന്നതൊക്കെ ക്ഷമയിൽ നിൽക്കുക, ആരും വാക്ക് കേൾക്കാണ്ട് നിൽക്കുക. നമ്മളെ ജോലി കഴിയുക, വീട്ടിൽ പോവുക, അല്ലെങ്കിൽ റൂമിൽ പോയി കിടന്നുറങ്ങുക, അതൊക്കെ ചെയ്യാരും ഇത്രയും വയസ്സ് പറയാനുള്ളത്. അപ്പോൾ എന്തായാലും ഇനി അടുത്ത വീഡിയോയിൽ കാണാൻ ഞാൻ കുറച്ച് ബ്രേക്ക് എടുക്കട്ടെ. എന്തായാലും ശരി, ബൈ.